വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണം 6 ഹിമാചൽ ബിഹാർ സ്വദേശികളാണ് മരിച്ചത്. പ്രതികൂല കാലാവസ്ഥ തിരച്ചിലിന് ദുഷ്കരമാക്കുന്നുണ്ട്. ശക്തമായ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും യാതൊരു മുന്നൊരുക്കങ്ങളും സർക്കാർ സ്വീകരിച്ചില്ലെന്ന് ദുരന്തഭൂമി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇതിനിടെ കള്ളാടി ദുരന്തം മനുഷ്യനിർമ്മിതമെന്ന ആദ്യവാദത്തിൽ നിന്നും സർക്കാർ മലക്കം മറിഞ്ഞു. ദുരന്തത്തിന് പിന്നാലെ വയനാട് തുരങ്കപാതയുടെ ആനക്കാംപൊയിലിലെ നിർമ്മാണവും നിർത്തിവെച്ചു. പ്രദേശത്തെ 4 സോണുകളായി തിരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത്. 1-ാം സോണിൽ ഇനിയും മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മണ്ണിടിച്ചിൽ സമയത്ത് മീനാക്ഷി പുഴയിൽ കുത്തൊഴുക്കുണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവർ ഒഴുകിപ്പോയിരിക്കാനുള്ള സാധ്യത പരിഗണിച്ച് പുഴയിലും വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. കനത്ത മഴയും കോടമഞ്ഞും കാരണം തെരച്ചിൽ ദുഷ്കരമാണ്. ഇതിനിടെ കള്ളാടി ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്ന വാദത്തിൽ നിന്നും സർക്കാർ മലക്കം മറിഞ്ഞു. കൂട്ടിയിട്ട മൺകൂന ഒലിച്ചിറങ്ങിയല്ല അപകടമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. താഴേക്ക് പതിച്ചത് കൂട്ടിയിട്ട മണ്ണാണെന്ന് ആദ്യം പറഞ്ഞത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. നിർമ്മാണ പ്രവൃത്തികൾ ഈ സർക്കാരിന്റെ കാലത്തുള്ളതല്ലെന്നും റവന്യൂ മന്ത്രി. മൺകൂനയാണ് എന്ന് ഞങ്ങളൊക്കെ തിരുവനന്തപുരത്തായിരുന്നല്ലോ. തിരുവനന്തപുരത്തായപ്പോൾ ആദ്യം കിട്ടുന്ന റിപ്പോർട്ട് നിങ്ങളും പലർ റിപ്പോർട്ട് ചെയ്ത് അവിടെ കൂട്ടിയിട്ടിരുന്ന മണ്ണ് താഴോട്ട് വന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ആദ്യം അതായിരുന്നു. പക്ഷേ മൺകൂന അല്ല ഇടിഞ്ഞിട്ടുള്ളത്. ഈ പ്രവൃത്തി നടത്തിയ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാണ്. പ്രവൃത്തി നടത്തി കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തിന്റെ തൊട്ടുമുകളിലാണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്തഭൂമിയിലെത്തി. ദുരന്തബാധിതരെയും പ്രതിപക്ഷ നേതാവ് ക്യാമ്പിലെത്തി കണ്ടു. ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ടായിട്ടും സർക്കാർ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാത്തത് കടുത്ത അനാസ്ഥയെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് മന്ത്രിമാർ പറയുന്നത്. സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ ആര് പ്രതികരിക്കുന്നത്, മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും എല്ലാം പ്രതികരിക്കുന്നത് കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം. അതിനു മുൻപ് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടെ പ്രതികരണങ്ങൾ നടത്തുന്നത് അത് ഗുണമല്ല ചെയ്യുക. അത് വേണ്ടാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയാക്കും. അത് മേലിലും ഈ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ നടത്തിയ പ്രതികരണങ്ങൾ തീർത്തും അനീതമായിട്ടുള്ളവയടക്കമുണ്ട്. കള്ളാടിയിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് മന്ത്രി T സിദ്ദിഖിന്റെ വിശദീകരണം. തുരങ്ക നിർമ്മാണം തുടരണോ എന്നതിൽ തീരുമാനം അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മാത്രം. അന്വേഷണം കഴിയും മുൻപ് മുൻവിധി വേണ്ടെന്നും മന്ത്രി ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ പറഞ്ഞു. മീറ്റിംഗിൽ തുടർ നടപടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ മീറ്റിംഗിന് ശേഷം പത്രക്കാരെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ഒരു കാര്യം കൃത്യമായി പറഞ്ഞു. ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, വന്നു കഴിഞ്ഞതിന് ശേഷം എന്താണ് പാളിച്ചയുണ്ടായത്, എന്താണ് സംഭവിച്ചത്, തുടർ നടപടികൾ ഏത് രീതിയിൽ പോകാം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സയന്റിഫിക് റിപ്പോർട്ടായി അത് മാറും. എന്നാൽ തുരങ്കപാത പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ പറഞ്ഞു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് തുരങ്കപാതയ്ക്ക് അനുവാദം നൽകിയത്. നിർമ്മാണത്തിൽ അശാസ്ത്രീയതയോ പിഴവുകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കുന്ന പ്രവണത സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് ഇതിന് ക്ലീൻ ചിട്ട് കൊടുത്തത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത്. ആ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള ഈ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇനി അതിലെന്തെങ്കിലും അശാസ്ത്രീയത ഉണ്ടായിട്ടുണ്ടോ, എവിടെയെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ വിശദമായി പരിശോധിക്കും. നമ്മൾ ഒരു പാത നിർമ്മാണം നിർത്തിവെക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. സുരക്ഷ, അതാണ് ഇതിന് മെയിൻ ഘടകം. അതെല്ലാം പരിശോധിച്ചിട്ട് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു പദ്ധതി ഉപേക്ഷിക്കുന്ന ഒരു പ്രവണത സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. വയനാട് തുരങ്ക നിർമ്മാണത്തിനെതിരെ ഗൂഢനീക്കമെന്ന് CPIM മുഖപത്രം ദേശാഭിമാനിയുടെ ആരോപണം. മാധ്യമങ്ങൾ വസ്തുത മറച്ചുവെച്ച് പാരിസ്ഥിതിക അനുമതിയില്ലാതെ നിർമ്മാണം തുടങ്ങിയെന്നെല്ലാം കള്ളപ്രചരണം നടത്തുകയാണ്. സുപ്രീം കോടതി പോലും തള്ളിയതാണ് ഈ വാദമെന്നും ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. കള്ളാടി ദുരന്തത്തിന് പിന്നാലെ വയനാട് തുരങ്കപാതയുടെ ആനക്കാംപൊയിലിലെ നിർമ്മാണവും നിർത്തിവെച്ചു. ക്വാർട്ടേഴ്സുകളിലേക്ക് മണ്ണ് വീഴാൻ സാധ്യതയെന്ന് ആശങ്കയിൽ മേഖലയിൽ നിന്നും തൊഴിലാളികളെ മാറ്റി. തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് പൂർണ്ണമായും നീക്കാനായിട്ടില്ല. ഇപ്പോൾ മണ്ണിൽ തൊടുന്നത് അപകടകരമാണെന്ന വിലയിരുത്തലിൽ സുരക്ഷിതമായ സമയമാകുമ്പോൾ മൺകൂന പൂർണ്ണമായും നീക്കാമെന്നാണ് തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.